ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് പ്ലാന്റൊന്നും ഇല്ലെങ്കിലും ഉള്ളതിൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ഒന്നാണ് ഈ ഒരു റംബുട്ടാൻ ചെടി കേട്ടോ. ഈ ഒരു റംബുട്ടാൻ ചെടിക്ക് പ്രിയപ്പെട്ടതാവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ വിവാഹം കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ എൻ്റെ ആദ്യമായിട്ട് കഞ്ഞിവോട്ട് ചെയ്യുന്നത്. ആ കഞ്ഞിവോട്ടിന് ഒരു കൊല്ലം പഞ്ചായത്ത് ഇലക്ഷനാണ് ചെയ്യുന്നത്. വോട്ടിൻ്റെ ടൈമിൽ നമുക്ക് വോട്ട് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് കിട്ടിയൊരു തൈയാണിത്. റംബുട്ടാൻ്റെ തൈ. അന്ന് എന്ത് തൈയാന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. വളരെ ചെറിയൊരു തൈയായിരുന്നു. അവനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നട്ട് അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു. ആൾ നട്ട് കഴിഞ്ഞൊരു 3 വർഷത്തിൻ്റെ ഉള്ളിൽ ആൾ കായ്ക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴാണ് കേട്ടോ അതിൻ്റെ സീസൺ ടൈം. ഇപ്പോഴും അത് ഈ വർഷവും കായ്ച്ചിട്ടുണ്ട്, നിറയെ കായ്ച്ചിട്ടുണ്ട്. ഈ ഒരു മഴ ഇപ്പോൾ വയനാട്ടിൽ അതിശക്തമായിട്ടുള്ള മഴയാണ്. ഈ ഒരു മഴേനെ എൻ്റെ ഈ ഒരു റംബുട്ടാൻ ചെടി അതിജീവിക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം അതിശക്തമായ മഴയിൽ ഇത് കൊഴിഞ്ഞു പോകും. കുറേയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ ചെറിയൊരു സ്പേസ് മതി. അപ്പോൾ കുറച്ച് സ്പേസേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഫ്രൂട്ട്സ് ഒന്നും നടാതിരിക്കേണ്ട, നിങ്ങൾ എന്തായാലും നടണം. അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ ഒരു കൊലയിൽ തന്നെ അത്യാവശ്യം കായ്കളുണ്ടാവും. ചിലതൊക്കെ കുറച്ചൊക്കെ വീണ് പോയാലും ഒരു തിക്കായിട്ടുണ്ടാകുമ്പോൾ അത് വലുതാവില്ല. കുറച്ച് സ്പേസ് ഉള്ളപ്പോഴാണ് അത് പെട്ടെന്ന് നന്നായിട്ട് വലുതാവും കേട്ടോ. അപ്പോൾ ഈ ഒരു റംബുട്ടാൻ പഴുക്കുമ്പോൾ ഞാൻ ആ പഴുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾക്കും അതുപോലുള്ള കുക്കിംഗ് വീഡിയോസും കുക്കിംഗ് ടിപ്സും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ റംബുട്ടാൻ കുട്ടങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു റംബുട്ടാൻ ഈ മഴയെ അതിജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.